Hi, good morning. Welcome to morning meditation. Hi, Mohammed. Good morning, good morning. നമ്മളെന്തായാലും കഴിഞ്ഞ 7 ഡേയ്സിൽ നമ്മൾ ഇങ്ങനെ ഒരു സീരീസ്, ഒരു 7 ഡേയ്സിന്റെ ഒരു സെഷൻ ആയിരുന്നു ഒരു സീരീസ് ആയിട്ട് നമ്മൾ ചെയ്തത്. സോ ഇനി നമ്മൾ വളരെ ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു 21 ഡേയ്സിന്റെ ഒരു സെഷൻ നമ്മൾ വിത്തിൻ ഫ്യൂ ഡേയ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സോ അതുവരെ നമ്മൾക്ക് ഓൾറെഡി ഉള്ള പ്രീവിയസ് റെക്കോർഡിങ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. യൂട്യൂബ് ചാനലിന്റെ പേര് മൈൻഡ്ഫുൾ ക്ലബ്ബ് എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട്. അതിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇനിയുള്ള ഒരു ഫ്യൂ ഡേയ്സ്, 2-3 ഡേയ്സ് നിങ്ങൾ ആ ഒരു ലിങ്ക് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഡേ 1 മുതൽ ഒന്നും കൂടെ ലിസൺ ചെയ്യുക മോർണിംഗിൽ മെഡിറ്റേഷന്റെ പാർട്ട്. സോ ഇനി നമ്മളൊരു 21 ഡേയ്സിന്റെ കുറച്ചും കൂടെ കൂടുതൽ ആളുകളിലേക്ക് ഒരുമിച്ച് നമ്മളിങ്ങനെ ഒരു സെഷൻ ചെയ്യുന്നുണ്ടാവും. സോ ആ സമയത്ത് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. സോ ഈ ഒരു 7 ഡേയ്സിന്റെ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സക്സസ് ആയിരുന്നു. റിപ്പീറ്റ് ചെയ്ത് കുറച്ച് പേരാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ട് അതിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ സന്തോഷം ഉണ്ട്. സോ നമ്മൾ ഇനിയും ഇതുപോലത്തെ കൂടുതൽ ആളുകളെ വെച്ചിട്ടുള്ള സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. എക്സാമിന്റെ മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള മുഴുവൻ ആളുകൾക്കും നമ്മൾ ഈ ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് ത്രൂ മെഡിറ്റേഷൻ എന്നുള്ള ഒരു കാര്യം, ആ ഒരു മിഷൻ നമ്മൾ വീണ്ടും ചെയ്യുന്നുണ്ടാവും വളരെ സ്ട്രോങ് ആയിട്ട്. സോ ആ സമയത്ത് നമുക്കൊന്നും കൂടെ മീറ്റ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ ദിവസം കുറച്ച് ആളുകളെ ഉള്ളൂ എന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ന് നമ്മുടെ 7 ഡേയ്സിലെ ഫൈനൽ ഡേ സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓവർ ടു യു. Hello everyone, good morning. So thank you Shahir sir for the wonderful introduction. നമ്മൾ മെഡിറ്റേഷനിലേക്ക് കടക്കാൻ പോവാണ്. സോ എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കാം. സ്ലോലി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യാം. ജസ്റ്റ് റിലാക്സ് യുവർ സെൽഫ്. നിങ്ങളുടെ ശരീരം മുഴുവൻ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കാം. സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ജസ്റ്റ് ബി അവെയർ. നിങ്ങൾക്ക് ചുറ്റുമുള്ള സാധനങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ കേൾക്കുന്ന ശബ്ദത്തിനെ ഒന്ന് ശ്രദ്ധിക്കാം. വാട്ട് ആർ യു ലിസണിങ് ടു? നൗ ജസ്റ്റ് നിങ്ങളുടെ അവയർനെസ് നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാം. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ബോഡി. സ്ലോലി നിങ്ങൾക്ക് ശ്വാസം എടുത്തു വിടാം. Take a deep breath in. Hold on and breathe out. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. Slowly close your eyes.
Slowly focus on your breath. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Take a deep breath in. Hold on and breathe out. Once again. Take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. പതിയെ നിങ്ങളുടെ ശ്വാസം നിങ്ങളുടേതായ താളത്തിലേക്ക് കൊണ്ടുവരാം. Breathe in, breathe out. ജസ്റ്റ് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ കാലുകൾ, കൈകൾ, ഷോൾഡേഴ്സ്, ഓരോ ശരീരഭാഗത്തിലേക്കും ശ്രദ്ധ കൊണ്ടുപോകുമ്പോൾ ആ ഭാഗം കൂടുതൽ റിലാക്സ്ഡ് ആകുന്നതായി കാണുന്നുണ്ട്. Now you are getting more and more relaxed. പതിയെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ജസ്റ്റ് അവെയർ ആകാം. ശ്വാസത്തിനെ ശ്രദ്ധിക്കാം. ഡിസ്ട്രാക്ഷൻസ് വരുമ്പോഴൊക്കെ വീണ്ടും ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ച് ഫോക്കസ് തിരിച്ചു കൊണ്ടുവരാം. ജസ്റ്റ് ഫോക്കസ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ഐ കണക്ട് വിത്ത് മൈസെൽഫ്. ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കാം. മനസ്സിലേക്ക് വരുന്ന ഓരോ ചിന്തയെയും നിരീക്ഷിക്കാം.
ഓരോ ചിന്തയെയും ബൈ എന്ന് പറയുമ്പോൾ അത് വാനിഷ് ആകുന്നതായി ഇമാജിൻ ചെയ്യാം. പതിയെ എന്നിലേക്ക് വരുന്ന ചിന്തകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ഐ ആം ഗെറ്റിംഗ് മോർ ആൻഡ് മോർ റിലാക്സ്ഡ്. ഞാൻ കൂടുതൽ ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. Feel the calmness inside. നിങ്ങളിലുള്ള ശാന്തമായ അവസ്ഥയെ ഫീൽ ചെയ്യാം. Feel the calmness. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയത്തിനോട് ചോദിക്കാം, എന്റെ സ്വപ്നങ്ങളെ, എന്റെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ എന്റെ കൂടെ ഉണ്ടാവുമോ? You can just ask yourself. Will you be with me to achieve my dreams? വീണ്ടും ചോദിക്കാം, എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ എന്റെ കൂടെ ഉണ്ടാകുമോ? Just ask your inner self.
Will you be with me to achieve all my dreams? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ സ്ട്രോങ് ആയ ഒരു യെസ് നിങ്ങൾക്ക് കേൾക്കാം. Very good. Now you just embrace that self, that inner self, which will be always with you to achieve all your dreams. നിങ്ങളുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന നിങ്ങളിലെ തന്നെ ആ സെൽഫിനെ നിങ്ങൾ എംബ്രേസ് ചെയ്തു. Now just smile and hug yourself. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് ഹഗ് ചെയ്യാം. Just hug yourself. Now just appreciate yourself. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നന്ദി പറയാം. I thank myself for all the things I do. ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോട് തന്നെ നന്ദി പറയാം. സ്വയത്തിനോട് തന്നെ പറയാം, യു ആർ അമേസിംഗ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ആ ഒരു സ്നേഹം ഫീൽ ചെയ്യാം. Now just feel the love
ആ സ്നേഹം ഫീൽ ചെയ്യാം. താങ്ക് യുവർ ക്രിയേറ്റർ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ സ്നേഹം ഫീൽ ചെയ്യാനുള്ള, ഈ നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്ററിനോട് താങ്ക് യു പറയാം. സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ജസ്റ്റ് ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. Hold on and breathe out. Once again, ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Take a deep breath in. Hold on and breathe out. Once again, ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Take a deep breath in. Hold on and breathe out. സ്വയത്തോട് തന്നെ പറയാം, ഞാൻ ആദ്യത്തേതിനേക്കാൾ കാമായി റിലാക്സ്ഡ് ആയി തിരിച്ചു വരുന്നു. With that smile on my face. I am coming back. More and more relaxed. Slowly നിങ്ങൾക്ക് ഡീപ്പായി ഒരു ശ്വാസം എടുത്തുവിട്ട് തിരിച്ചു വരാം. സോ തിരിച്ചെത്തിയിട്ടുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഹൗ വാസ് ദ മെഡിറ്റേഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? ജസ്റ്റ് കൈകളൊക്കെ ഒന്ന് കൂട്ടി തിരുമ്മി മുഖത്തൊക്കെ ഒന്ന് ജസ്റ്റ് പ്ലേസ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. സോ ഇന്ന് നമ്മൾ കുറച്ചും കൂടെ ഒരു ഡീപ്പ് ആയിട്ടുള്ള റിലാക്സേഷനിലേക്കാണ് പോയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് തിരക്ക് പിടിച്ച് മനസ്സിനെ ആവലാതിപ്പെടുത്തിയിട്ട് സക്സസ് അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതും വളരെ കൂളായി കാമായി സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതും നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ ഫേമസ് പേഴ്സണാലിറ്റീസിനൊക്കെ നോക്കിയാൽ അവരൊക്കെ അവാർഡ് വാങ്ങിക്കാൻ പോകുന്നത് ഭയങ്കര പ്ലെസന്റ് ആയി കൂളായിട്ടായിരിക്കും അല്ലെ. അവിടെ അവർ ഈ ഒരു മെഡിറ്റേഷൻ സ്റ്റേറ്റ് ആക്സസ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ കൂളായിട്ട് നിൽക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മള് പുറത്ത് ഒരുപാട് സമാധാനം അല്ലെങ്കിൽ റിലാക്സേഷൻ, കാംനെസ് തെരഞ്ഞു നടക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഒരു സംഭവം ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം ആക്സസ് ചെയ്യാൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഈ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മതി. അപ്പം ഇന്ന് ഞാൻ സജഷൻസ് തന്നു. എന്ത്? ഐ കണക്ട് വിത്ത് മൈസെൽഫ്. ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. ആ ഒരു കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ഷൻ കിട്ടുന്ന പോയിന്റിൽ നിന്നാണ് നമുക്ക് ഡീപ്പ് ആയിട്ടുള്ള റിലാക്സേഷൻ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ തിരക്ക് പിടിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ശാന്തമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും.
ഓക്കെ. സോ അതിലൂടെ നിങ്ങൾ ഏതൊരു സ്വപ്നത്തിലേക്ക് കടക്കുകയാണെങ്കിലും ഇപ്പം എക്സാം എന്നുള്ളത് നമ്മൾ പാസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. അപ്പൊ അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈ കൂളായിട്ട് കാമായിട്ട് നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്ത്, സെൽഫ് ലവ് എന്നുള്ളത്, സ്വയത്തെ സ്നേഹിക്കുക എന്നുള്ളത് അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ പുറത്ത് സ്നേഹം തിരഞ്ഞു നടക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് അല്ലെങ്കിൽ എത്രയോ ഇരട്ടി സ്നേഹം നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ആ സ്നേഹത്തിനെയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ ഇരിക്കുന്ന സമയത്താണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സ്വയത്തിനെ തന്നെ എനിക്ക് എന്റെ ഇഷ്ടമാണ്. ഞാനിപ്പം ഇന്നലെ മെഡിറ്റേഷൻ കയറിയിട്ടുള്ളവർക്ക് അറിയാം, എന്റെ ഹൃദയമേ ഇത് ഞാൻ എന്നെ തന്നെ വിളിക്കുകയാണ് അല്ലെ. നമ്മൾ പുറത്തൊരാളെ വിളിക്കുന്നതിനേക്കാളും നമ്മളെ തന്നെ ആ രീതിയിൽ ഒന്ന് വിളിച്ചു നോക്കിയേ, നമുക്ക് ആ സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഹഗ് ചെയ്യുന്ന കാര്യം, യു ക്യാൻ ജസ്റ്റ് ഹഗ് യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ ജസ്റ്റ് കൈ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് സെൽഫ് ലവ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ ഇന്നർ സെൽഫ്, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ സെൽഫ് ആ സ്നേഹം ഫീൽ ചെയ്യാണ്, ഓക്കെ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പിന്നെ ഞാൻ എന്തിനും കൂടെ ഉണ്ടാവും, കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നമ്മളുടെ സെൽഫ് തന്നെ നമ്മളുടെ കൂടെ നിൽക്കും. ഇപ്പം പുറത്ത് ഒരാൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാവില്ല അല്ലെ. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും ഈ രീതിയിലൂടെയും നമുക്ക് പോകാം. വേണമെങ്കിൽ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഭയങ്കര ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് പോകാം. പക്ഷേ അതിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു കാംനെസ്സിലൂടെ പോയി കൂളായിട്ട് നിങ്ങൾ എക്സാംസും നിങ്ങളെ ലൈഫിലെ ഏത് അവസരങ്ങളും അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ്. ഓക്കെ. സോ ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ആസ് ഐ സെഡ്, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു മൈൻഡിന് തന്നെ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, നെവർ സ്റ്റോപ്പ് മെഡിറ്റേറ്റിംഗ്. ഓക്കെ. നിങ്ങൾ ഇതിങ്ങനെ ആക്സസ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക, നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും. ഇന്റേണൽ വേൾഡിൽ, അതായത് നമ്മളുടെ മനസ്സിലും നമ്മുടെ ഉള്ളിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പുറത്തും റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ടിക് ടിക് എന്ന് പറഞ്ഞ് അച്ചീവ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ടൈം ആയിട്ടുണ്ട്. സോ സീ യു ഇൻ അനദർ സെഷൻ. താങ്ക് യു. ബൈ.